അവർക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ല. അവര് അനാഥമന്ദിരത്തിലാക്കി അവർ മടങ്ങിപ്പോകും. പിന്നെ മോർച്ചറിയിൽ വെച്ച് കഴിയുമ്പോൾ അവർ വരും. പണം ചെലവാക്കി ശവസംസ്കാര ചടങ്ങുകൾ നടത്തുവാൻ. ഇന്നത്തെ ലോകം അങ്ങനെയാണ് പ്രിയരെ. മാതാപിതാക്കൾ മാത്രം താമസിക്കുന്ന ഭവനത്തിൽ അവരിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഒരാളുടെ വേദന എന്തായിരിക്കും? ഭർത്താവായാലും ഭാര്യയായാലും പിന്നവർക്ക് സുരക്ഷിതമില്ല. അവരുടെ യൗവനകാലത്ത് സമ്പാദിച്ചു കൂട്ടിയ ഭവനം വിട്ട്, അതിലുള്ള സാധനങ്ങളും വിട്ട്, അയൽവാസികളെ ഏൽപ്പിച്ചിട്ട് അവരൊരു പോക്കുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയാമോ? മക്കൾ കൊണ്ടാക്കുന്ന അനാഥ മന്ദിരത്തിലേക്ക്. എന്താണ് ഈ ലോകം? എങ്ങോട്ടാണ് ഈ ലോകമെന്ന് ഒരു മനുഷ്യനും അറിയുവാൻ കഴിയുന്നില്ല. ഹിന്ദു പുരാണം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇത് കലിയുഗകാലമത്രേ. വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഇത് അന്ത്യകാലമത്രേ. അതേ സ്നേഹിത, മനുഷ്യനെല്ലാം സ്വസ്നേഹികളും ദ്രവ്യാഖ്യകളുമാകും. മനുഷ്യരെല്ലാം അൻപ് പറയുന്നവരാകും. മാതാപിതാക്കളെ അനുസരിക്കാത്തവരാകും. അത് ഇന്ന് മയക്കുമരുന്ന് മുഖാന്തരം ലോകമതപതനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സകലരും ഇതിന്ന് അനുഭവിക്കുന്നവരാണ്. നമ്മുടെ കൊച്ച് പെൺകുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ ഭവനത്തിലുള്ള സഹോദരിമാരാണെങ്കിലും മയക്കുമരുന്നും മദ്യവും കഴിച്ച് അവർ സന്തോഷം പങ്കിടുവാൻ അവിടെയായി തീരുന്നു. മനുഷ്യാദി മടങ്ങി വരണം. ന്യായവിധി ദിവസത്തിൽ യേശുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അതേ ചെയ്ത നിനക്ക് ഈ ലോകത്തിലുള്ള മനുഷ്യന്റെ കണ്ടുമുട്ടാം. എന്നാൽ സൃഷ്ടിച്ചവനായ സൃഷ്ടിതാവിന്റെ മുമ്പാകെ ഒന്നും നഗ്നതും മലർന്നതുമായി നിൽക്കുമ്പോൾ, ഒന്നും മറവല്ലാതെ നിൽക്കുമ്പോൾ നീ ഒന്ന് ഓർക്കണം, ന്യായവിധി ദിവസത്തിൽ കത്തുന്ന തീപ്പോയിലേക്ക് നിന്നെ വലിച്ചെറിയുന്ന ഒരു ദിവസമുണ്ട്. അതേ ചെയ്ത താങ്കൾ ആരായിരുന്നാലും എവിടെ ജനിച്ചാലും അത് സംഭവിക്കും. താങ്കളുടെ പണത്തിനോ പ്രതാപത്തിനോ താങ്കളെ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല എന്ന് ഈ സത്യവേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഈ സത്യവേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ നിനക്കതിൽ ഒഴിഞ്ഞു മാറുവാൻ കഴിയുമോ സുഹൃത്തെ? ഒരു മനുഷ്യനും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചവൻ മുഴുവനും ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കണം. ഈ സന്ദേശം ഒരുപക്ഷെ കേൾക്കുന്ന അയൽവാസികളെ, ദേശനിവാസികളെ, നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇത് ക്രിസ്ത്യാനികളുടെ ശബ്ദമാണ്, ക്രിസ്ത്യാനികൾക്കുള്ള സന്ദേശമാണ്. അല്ല പ്രിയപ്പെട്ടവരെ, ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നവൻ ആണോ ക്രിസ്ത്യാനി? യേശുവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ക്രിസ്ത്യാനി. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവനത്രേ ക്രിസ്ത്യാനി. ഏത് ജാതിയായാലും, ഏത് മാർഗമായാലും, ഏത് കുലമായാലും നീ യേശുവിനെ അതെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, നീ ആ സത്യത്തിന്റെ പാതയിൽ കൂടി നീ യാത്ര ചെയ്താൽ നിനക്കൊരു ക്രിസ്ത്യാനിയായി തീരുവാൻ കഴിയും. അതേ ചെയ്ത അവരാണ് നിത്യതയ്ക്ക് അവകാശി. അവർക്കാണ് നിത്യത. വേദപുസ്തകം വിളിച്ചു പറയുന്ന ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുക, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല എന്ന് സത്യവേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ മനുഷ്യനെല്ലാം ഇന്ന് ലാസലഹരിയിൽ അടിമപ്പെട്ട് ലോകത്തിലേക്ക് യാത്ര ചെയ്യുക. മനുഷ്യന്റെ മനസ്സ് മുഴുവനും സമ്പത്ത് വർദ്ധിപ്പിച്ച് ഈ ലോകത്തിൽ ശ്രദ്ധനായി ജീവിക്കണമെന്ന പ്രിയ സുഹൃത്തെ, മരണം എപ്പോഴാണെന്ന് ഒരു മനുഷ്യനും അറിയുന്നില്ല. മരണമുണ്ട് മനുഷ്യന്, മരണം നിശ്ചയമാണ്. മരണത്തോടുകൂടെ ന്യായവിധിയും ദൈവം മനുഷ്യന് കൽപ്പിച്ചു വച്ചിരിക്കുമ്പോൾ എപ്പോഴാ മരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിനുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, മരണം നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ സ്നേഹിതനാണ് മരണം. എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. ആ മരണം അത് നമ്മളെ കൊണ്ടുപോകാൻ സമയമാകുമ്പോൾ കൊണ്ടുപോകും.
നിനക്ക് വരുന്നില്ലെന്ന് പറയുവാൻ കഴിയത്തില്ല. മരണത്തോട് നോ പറഞ്ഞവൻ ഒരുത്തനും ഈ ഭൂമിയുടെ ചരിത്രത്തിലില്ല. അതേ സഹോദരി, അലക്സാണ്ടർ ചക്രവർത്തി പോലും ലോകത്തെ മുഴുവനും ഗ്രീക്ക് സാമ്രാജ്യത്തെ മുഴുവനും വെട്ടിപ്പിടിച്ചിട്ട് ഇരമ്പിയാടുന്ന സമുദ്രത്തിന്റെ അരികിലേക്ക് വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഏ സമുദ്രമേ, നീ ഒരു സമഭൂമിയായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നുവെന്ന്. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് അലക്സാണ്ടർ. അദ്ദേഹത്തിന് പോലും മരണത്തെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപന് മരണത്തോട് നോ പറയുവാൻ കഴിഞ്ഞില്ല. അതേ ശൈല, ഇന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നീ എത്ര ധനികനായാലും സമ്പത്തുള്ളവനായാലും ഈ ചെങ്ങന്നൂർ പട്ടണം മുഴുവനും നീ വെട്ടിപ്പിടിച്ചാലും ഒരു കാര്യം നീ ഓർക്കണം, മരണം നിന്റെ മുമ്പിലുണ്ട്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ഏറിയാൽ 70 അല്ലെ 80 വയസ്സുവരെ ഈ ഭൂമിയുടെ വരപ്പിൽ ജീവിക്കുവാൻ കഴിയും. അല്ലെ 100 വയസ്സുവരെ ആയിട്ടുള്ളത്. അത് കഴിയുമ്പോൾ നീ ഇവിടുന്ന് പോകണം. എവിടാ പോകുന്നതെന്ന് ഉറപ്പുള്ളവനായിരിക്കണം. മരണത്തെ നീ ഭയക്കല്ലേ. അതെ, നമ്മളെല്ലാം പരദേശികളാ. അല്പസമയം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മൾ വന്നവരാ. നമുക്കൊരു ഭവനമുണ്ട്, ഒരു വാസസ്ഥലമുണ്ട്. നമുക്ക് സ്ഥലമൊരുക്കുവാനാ കർത്താവ് പോയിരിക്കുന്നത്. അവൻ പാലസ്തീന മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കേണ്ടിടത്ത് ഇരുത്തുവാണ്ടൊക്കെ സ്ഥലമൊരുക്കി ഞാൻ മടങ്ങി വരും. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരായിരുന്നാലും അവൻ മടങ്ങി വരുമ്പോൾ മേഘാരൂഢനായി കോടാനുകോടി ദൂതഗണങ്ങളുടെ അകമ്പടിയോട് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിനക്ക് ആ കർത്താവിനെ എതിരേൽക്കുവാൻ കഴിയുമോ? ആ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ കഴിയുമോ? ഇല്ലെങ്കിൽ പരാജയമാ സുഹൃത്തെ. കർത്താവ് വരുമ്പോൾ അവന്റെ സഭയെ ചേർക്കും, അവന്റെ മക്കളെ മേഘങ്ങളിൽ ചേർക്കും. ഈ ഭൂമിയെ അവൻ തീയിട്ട് നശിപ്പിച്ചു കളയും. അതാണ് ചൂട പോലെ കത്തുന്ന ഒരു ദിവസം. സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താതടിയാകും. മനുഷ്യ, നീ എത്ര ധനിയനാണേലും നീ എത്ര ശ്രദ്ധനാണേലും ഈ ചെങ്ങന്നൂർ പട്ടണം മുഴുവനും നിന്റെ കയ്യിലാണെങ്കിലും മരണത്തോട് നോ പറയുവാൻ നിനക്ക് കഴിയുകയില്ല. മരണം നിന്റെ കാൽച്ചുവട്ടിലുണ്ട്. ഇപ്പോൾ കാണുന്ന മനുഷ്യനെ അടുത്ത നിമിഷം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ മാത്രമേ ഉള്ളൂ. വയലിലെ പൂവോലെ തഴച്ചു വളർന്നു പൂക്കുന്നു, സൗന്ദര്യം വെക്കുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിന്റെ ചൂട് തട്ടുമ്പോൾ അത് കരിഞ്ഞു പോകുന്നു. അത്രയേ ഉള്ളൂ ഏത് മനുഷ്യന്റെയും ജീവിതം. ഏത് മനുഷ്യന്റെയും ജീവിതം അത്രയേ ഉള്ളൂ സുഹൃത്തെ. അതിനപ്പുറം ഒന്നുമില്ല. നീ ഉണ്ടാക്കിയതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നീ സ്വരുക്കൂട്ടി വെക്കുന്ന ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നീ ഭൂമിയിൽ നിന്ന് നിന്റെ പേർ വിളിക്കുമ്പോൾ പോയേ മതിയാകത്തുള്ളൂ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും ഈ പൊയ്യയിലേക്ക് തള്ളിയിടുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ, സ്നേഹിതരെ, ഈ ഭൂമിയിൽ നമ്മൾ അല്പനിമിഷം ജീവിക്കുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ആരായിരുന്നാലും എവിടെ ജനിച്ചാലും നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പുള്ളവരായിരിക്കണം. അവർക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് ഞാൻ മരിച്ചാലും എന്റെ ആത്മാവ് നിത്യതയ്ക്ക് അവകാശിയാണെന്നുള്ള ബോധ്യവും ഉറപ്പുള്ളവരായിരിക്കണം. അല്ല എങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് യോഗ്യമല്ല. ഈ ഭൂമി മനുഷ്യന് യോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാ. എവിടെയും സമാധാനമില്ല. ഈ ഭൂമി മനുഷ്യന് യോഗ്യമല്ലാതെയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ചിന്തിക്കും, നമ്മുടെ കേരളം വിട്ടുപോയാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്ന്. ഇല്ല സ്നേഹിതരെ, ഈ ഭൂമിയുടെ എവിടെ ചെന്നാലും സമാധാനം കണ്ടെത്തുവാൻ കഴിയുകയില്ല. കാലമന്ത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ,
എത്തിക്കഴിഞ്ഞു. സമാധാനം നഷ്ടപ്പെടും. ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്കും കാലത്തിന്റെ കടശി ദിനത്തിലും ചരിത്രത്തിന്റെ ഒടുവിലത്തെ പേജിലേക്കും അതെ ലോകം എത്തിക്കഴിഞ്ഞു. ആർക്കും വിളിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നു, ആകാശത്തെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, അതിലുള്ള സകല ചരാചരങ്ങളെയും അതെ സൃഷ്ടിച്ചവനായ കർത്താവ് അതിനെയൊക്കെ നശിപ്പിച്ചു കളയുവാൻ കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ നോഹയുടെ കാലത്തേക്കുള്ള കാലം ഈ ഭൂമിയുടെ വരപ്പിൽ സംഭവിക്കുവാൻ പോകുന്നു. എന്താണ്? ജലപ്രളയത്താൽ മനുഷ്യരെ ഈ ഭൂമിയെ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. അതേ ചെയ്ത മനുഷ്യന്റെ മ്ലേച്ഛത നിമിത്തം, മനുഷ്യന്റെ അനീതി നിമിത്തം, മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം കർത്താവായ യേശു ക്രിസ്തു നീതി പ്രസംഗിയായ നോഹയോട് കൽപ്പിക്കുവാൻ കൊണ്ടുവിടെയായി ചേർന്നു. പെട്ടകമുണ്ടാക്കി സകല ചരാചരങ്ങളെയും ഇതിനകത്ത് കയറ്റുക, ഭൂമിയിലുള്ള മനുഷ്യരെയും ഇതിനകത്ത് കയറ്റുക. പെട്ടകം പണിത് പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ടു. ഒരു മനുഷ്യരും അതിനകത്ത് കയറിയില്ല. അവരെല്ലാം അവഗണിച്ചു. നീതി പ്രസംഗിയായി ലോകത്തോട് പ്രസംഗിച്ചു. ലോകത്തിലുള്ള സകലത്തെ നശിപ്പിക്കുവാൻ കർത്താവ് പദ്ധതിയിട്ടു. പെട്ടകമുണ്ടാക്കുവാൻ പറഞ്ഞ് ഞാൻ പെട്ടകമുണ്ടാക്കി, നിങ്ങൾക്കും അതിനകത്ത് വന്ന് കയറുവാൻ അവസരമുണ്ട്. പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ടു. ഒന്നും അതിനകത്ത് ചെന്ന് കയറിയില്ല. കുറെ നാൽക്കാലികളും ഇഴജന്തുക്കളും മൃഗജാതികളും പറവജാതികളും ഒക്കെ ഈ രണ്ടും നന്നാലും ഒക്കെ ആയിട്ട് പെട്ടകത്തിൽ ചെന്ന് കയറി. നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി. കർത്താവായ യേശു ക്രിസ്തു പെട്ടകത്തിന്റെ വാതിലടച്ചു. 40 രാവും 40 പകലും തോരാത്ത മഴയും കുന്നും പർവ്വതങ്ങളും മുങ്ങി നശിച്ചു. മനുഷ്യൻ അവഗണിച്ചത് മഴയില്ലാത്ത കാലം, വെള്ളപ്പൊക്കമില്ലാത്ത കാലം ഈ മനുഷ്യൻ ചുമ്മാതെ പറഞ്ഞ് ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവർ പെട്ടകത്തിൽ കയറാഞ്ഞത്. ദൈവത്തിന്റെ ന്യായവിധിയുടെ ശബ്ദം ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഒരു മനുഷ്യനും അതിനെ അവഗണിക്കുവാൻ സാധ്യമല്ല. മനുഷ്യ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പാകെ ഈ ലോകത്തിൽ ഒന്നിനും താങ്കളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമേ ഉള്ളൂ. രക്ഷപ്പെടുത്തുവാൻ വേറൊരുത്തരിൽ രക്ഷയില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ എവിടെയാണ് രക്ഷ? രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പണം നമ്മൾ ചെലവാക്കുന്നു, ദൂരെ യാത്ര ചെയ്യുന്നു. എവിടെയെങ്കിലും രക്ഷ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? മദ്യവും മയക്കുമരുന്ന് മുഖാന്തരം മനുഷ്യന്റെ ജീവിതത്തെ അധപ്പതനത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആ ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം നമ്മൾ അറിയുവാനിടയായി ചേർന്ന മനുഷ്യ. അതുകൊണ്ടാ വേദപുസ്തകം പറഞ്ഞത്, നോഹയുടെ കാലത്തേക്കുള്ള കാലം വരും, ഇനിയും വരുന്നത് തീയാൽ മനുഷ്യനെ എല്ലാം ദഹിപ്പിച്ചു കളയും. ഇനിയുള്ള കാലമല്ല, തീ കൊണ്ട് മനുഷ്യനെ ദഹിപ്പിക്കും. ഈ ഭൂമി മക്കനെ പോലെ ചാഞ്ചാടും. ഇത് കീറും, കൊടുകുട പൊട്ടും, കാമൽമാടം പോലെ ഭൂമി ആടും. മനുഷ്യ, നിന്റെ പാദം ഭൂമിയിൽ ചവിട്ടുമ്പോൾ നിന്റെ കാലിന്റെ കീഴിൽ ഭൂമി ഓടിമാറുമെന്ന് വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഈ രേഖയെ തിരുത്തി എഴുതുവാൻ താങ്കൾക്ക് കഴിയുമോ? ലോകത്തിലുള്ള ശ്രേഷ്ഠന്മാർക്ക് കഴിയുമോ? അതെ, ഭരണകൂടത്തിന് കഴിയുമോ? എന്റെ യേശുവിന്റെ ന്യായവിധിയുടെ മുമ്പാകെ ഒരു മനുഷ്യന് നിൽക്കുവാൻ കഴിയത്തില്ല. അത് വ്യക്തമല്ലയോ? 2000 അതെ കഴിഞ്ഞ നാടുകളിലുണ്ടായ കൊറോണ വൈറസ് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തെ മുഴുവനും ഞെട്ടിവിറപ്പിച്ച കൊറോണ വൈറസ് വീടിന് പുറത്തിറങ്ങുവാൻ തക്കവണ്ണം മനുഷ്യന് കഴിഞ്ഞില്ല.
നമ്മുടെ സഹോദരി സഹോദരന്മാര്, നമ്മുടെ മാതാപിതാക്കളൊക്കെ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും മനുഷ്യ, നീ ധനിയനായിട്ടും ശ്രേഷ്ഠനായിട്ടും ഒരു ചുംബനം പോലും നിനക്ക് കൊടുക്കുവാൻ കഴിഞ്ഞോ? ആ ശവശരീരത്തിന്റെ അരികിലൊന്ന് ചെല്ലുവാൻ കഴിഞ്ഞോ? സുഹൃത്തേ, നിങ്ങളത് അറിഞ്ഞിരിക്കണം. ആ സത്യം ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിൽ അയച്ചാൽ ഒരു മത നേതാക്കന്മാർക്കും അതിനെ മാറ്റം ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു ഉന്നതന്മാർക്കും അതിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. ഒരു ഭരണകൂടത്തിനും അതിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല എന്ന് വേദപുസ്തകം തെളിയിച്ചു കഴിഞ്ഞു. മറന്നു പോകരുത്. യേശു വരുവാൻ പോകുന്നു. അവന്റെ സ്നേഹം അളവറ്റ സ്നേഹമാണ്. മനുഷ്യരോടുള്ള അവന്റെ സ്നേഹം ആഴമേറിയ സ്നേഹമാണ്. നീ ആരായിരുന്നാലും എവിടെ ജനിച്ചാലും ഈ കർത്താവിന്റെ അളവറ്റ സ്നേഹം അറിയണമെങ്കിൽ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണമെങ്കിൽ, അതെ, നിനക്ക് നിത്യ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീരും മനുഷ്യ. അതാ പറഞ്ഞത്, മറ്റൊരുത്തരും രക്ഷയില്ലെന്ന്. എവിടെയാണ് രക്ഷ? അതെ, നമ്മുടെ അയൽവക്കക്കാർ രക്ഷ തരുമോ? നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് രക്ഷ കാണിച്ചു തരുമോ? നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് രക്ഷ കാണിച്ചു തരുമോ? ഇല്ല പ്രിയരേ. യേശുക്രിസ്തു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ പോയതുപോലെ മടങ്ങി വരും. നിന്റെ പാപം എത്ര കടുചുവപ്പായാലും അത് പല്ലി പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞു വരും. യേശു മാത്രമേ ഉള്ളൂ. അവന് മാത്രമേ അത് പറയുവാൻ കഴിയത്തുള്ളൂ. അവനാണ് മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. റോമാ പടയാളികൾ വിളിച്ച് കല്ലറയ്ക്കകത്ത് അതെ അടക്കം ചെയ്തെങ്കിലും ഇവിടെ കൊണ്ട് തീർന്നു പോയെന്ന് മനുഷ്യൻ ചിന്തിച്ചപ്പോഴും, പ്രിയരേ, എന്റെ യേശു പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തേക്ക് വന്നു. രക്തം ചീന്തിയിട്ടല്ലാതെ മോചനമില്ലായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിനു വേണ്ടി അവന്റെ അവസാന തുള്ളി രക്തവും ഊറ്റിത്തരുവാൻ ഇടയായിത്തീർന്നതിന്റെ കാരണം, യേശു മരിച്ച് അവസാന തുള്ളി രക്തവും ഊറ്റിയത് കൊണ്ടാ മനുഷ്യ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ജീവിക്കുന്നത് നോക്കുക. പാപത്തിൽ കടന്ന എന്നെ നിങ്ങളെയും വീണ്ടെടുത്തവനായ കർത്താവ് ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും തെരുവുകളിലും ഈ സത്യസുവിശേഷം വിളംബരം ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, അവൻ വരുവാൻ പോകുന്നു. അവൻ നീതിയോടെ ലോകത്തെ ന്യായം വിധിക്കുവാൻ വരുവാൻ പോകുന്ന മനുഷ്യ. സത്യം നീ അറിയണം. താങ്കൾ ആരായിരുന്നാലും സത്യം അറിഞ്ഞു മടങ്ങി വരണം. യേശുവാണ് രക്ഷകൻ. ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടവൻ അവനാണ്. ഈ ലോകത്തിലുള്ള സകല ജനാചരങ്ങളെയും ശിക്ഷിച്ചവനായ നസറേയനായ യേശു രാജാവായി വരുവാൻ പോകുന്നു. ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് കത്തുന്ന തീപ്പൊയ്യിലേക്ക് സകല മനുഷ്യരെ തള്ളിക്കളഞ്ഞിട്ട് തന്റെ വിശുദ്ധന്മാർക്ക് പാർക്കുവാൻ ഈ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം യേശു നീതിയോടെ ന്യായം വിധിക്കുവാൻ വരുന്നു. അതേ ചെയ്ത് 1000 വർഷത്തെ വാഴ്ചയ മരണത്തിനപ്പുറം മനുഷ്യന് ജീവിതമുണ്ട്. ചെയ്ത താങ്കൾ മറന്നു പോകരുത്. മരണം കൊണ്ട് ജീവിതം തീർന്നുപോയി എന്ന് ഇല്ല സുഹൃത്തെ. ഇവിടെ 100 വയസ്സ് വരെ ഒരുപക്ഷെ നമ്മൾ ജീവിക്കും. എന്നാൽ 1000 വർഷത്തെ വാഴ്ചയ്ക്ക് രാജാതി രാജാവ് ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുമ്പോൾ നിനക്ക് ആ കർത്താവിനോടുകൂടെ പന്തിയിൽ ഇരിക്കുവാൻ കഴിയുമോ സുഹൃത്തെ? കഴിയണം. അതിനാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിലും മുക്കുകളിലും മൂലകളിലും ഈ സത്യസുവിശേഷം വിളംബരം ചെയ്യുന്നത്. മാധ്യമത്തിൽ കൂടിയായാലും അതെ എവിടെ നിന്നായാലും എപ്പോഴും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് സത്യസുവിശേഷം. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അതേ ചെയ്ത ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതാവുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചതുപോലെ അതെ ലോകം മുഴുവനും അറിയണം യേശുവിന്റെ സ്നേഹം. ലോകരക്ഷകനായ കർത്താവ് വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. സകല മനുഷ്യനും അവന്റെ കൽപ്പന പ്രമാണിക്കണം. യോഹന്നാന്റെ കൈക്കീഴിൽ അവൻ സ്നാനപ്പെടുവാൻ കടന്നിരുന്നു യോർദാൻ ആറ്റിലേക്ക്. യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വരുന്നു.
അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ ഉറക്കെ പ്രഖ്യാപിച്ചു. വെളിപ്പാട് പ്രാപിച്ചവൻ, ദർശനം പ്രാപിച്ചവൻ, യേശുവിന് വേണ്ടി മുന്നമേ വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ. കർത്താവ് എന്തിനാണ് സ്ഥാനപ്പെടുന്നത്? കർത്താവിന്റെ സ്ഥാനത്തിന്റെ ആവശ്യമുണ്ടോ? സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ താണ മണ്ണിലേക്ക് ഇറങ്ങി വന്ന യേശുവിന് എന്തിനാണ് സ്ഥാനം? അവൻ മറ്റുള്ള മനുഷ്യരെ കാണിച്ചു കൊടുത്തു, മാതൃക കാണിച്ചു കൊടുത്തു. ആ കൽപ്പന പ്രമാണിക്കണം പ്രിയരെ. അത് പ്രമാണിക്കാത്ത ഒരിക്കലും നിത്യതയിൽ ചെല്ലുവാൻ സാധ്യമല്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്യിലേക്ക് തള്ളിയിടുമെന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ താങ്കൾ ആ സത്യം അറിയണം. അതേ ചെയ്ത അവൻ കാണിച്ച മാതൃക കാണിച്ച് നീതിയോടെയും വിശുദ്ധിയോടെയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ഭക്തന് മാത്രമേ നിത്യതയിൽ ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അവന്റെ പേരെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടത്തുള്ളൂ. അവൻ പുസ്തകം തുറക്കുമ്പോൾ, ന്യായാസനത്തിൽ വന്നവൻ ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ നിന്റെ പേര് അതിനകത്തില്ലെങ്കിൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ താങ്കളെ വലിച്ചെറിയും. അതേ പ്രിയപ്പെട്ടവരെ, ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേരുണ്ടാകണം. ഇല്ല എങ്കിൽ ഗന്ധകം കത്തുന്ന യാതനാ സ്ഥലത്ത് താങ്കൾ വീഴും. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, കർത്താവായ യേശുവിന്റെ അളവറ്റ സ്നേഹം സകല മനുഷ്യരും അറിയണം. ലോകം മുഴുവനും അറിയണം. സത്യം മനുഷ്യനറിഞ്ഞ് മടങ്ങി വരണം. സത്യം നിന്നെ സ്വതന്ത്രരാക്കുവാൻ വേണം ഇടയായി ചേരും. സത്യം നിന്നെ സ്വതന്ത്രരാക്കുവാൻ ഇടയായി ചേരും. സത്യം അറിയാതെ യാത്ര ചെയ്യുന്ന പ്രിയ സ്നേഹിത, നീ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. യേശു രാജാവായി വരുമ്പോൾ അതെ അവന്റെ അളവറ്റ സ്നേഹം അറിയുവാൻ ഇടയായി തീർന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? നല്ല ദാസനെ എന്നുള്ള ആ വിളിപ്പേര് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായില്ലെങ്കിൽ എന്താണ് പ്രയോജനം? അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അത് നിന്റെ ജീവിതത്തിന് സമാധാനമായി തീരും. രക്ഷ പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ലോകത്തിലെ മോഹങ്ങൾ ഒക്കെ പോകും. ഈ ലോകം നമുക്ക് യോഗ്യമല്ലാതായി തീരും. ഇത് മക്കളെ പോലെ ചാഞ്ചാടും. ഇത് കാവൽമാടം പോലെയാടും. ഇത് കീറും. എവിടെയാണ് സുരക്ഷിതം? കെട്ടുറപ്പുള്ള ഭവനം നിനക്ക് സുരക്ഷിതമാണോ? ഇതൊക്കെ പോകും പ്രിയ സുഹൃത്തെ. താങ്കളത് അറിയണം. വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തീക്കായി തമ്മിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ ഇടയാകുന്നു. രണ്ട് വാക്കുകൾ നിർത്തിയാണ് പ്രിയരെ. ദേശദേശാന്തരങ്ങളിൽ മഹനീയ മിനിസ്റ്ററുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സന്ദേശയാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സകല സ്ഥലങ്ങളിലും ഈ സന്ദേശം വിളംബര ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. സകല മനുഷ്യരും പാപത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ഇടയാകുന്നു. രോഗികളെ സൗഖ്യമാക്കുവാൻ ഇടയായി തീരുന്നു. മരണത്തിൽ കിടക്കുന്നവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള സന്ദേശമാണ് സത്യസുവിശേഷം. ഇത് മനുഷ്യരെ മടക്കി വരുത്തുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന സുവിശേഷമാണ്. പ്രിയരെ, ഇത് ജീവനുള്ളതാണ്. ഇത് മരിച്ചിട്ടുള്ള സുവിശേഷമല്ല, ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. നീ ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിന് സമാധാനം ഉണ്ടാകും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറകളൊക്കെ അതെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. മയക്കുമരുന്നും മദ്യവും കഴിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് അതെ ലോകത്തിന്റെ സുഖത്തിലേക്ക് ഓടുമ്പോൾ ഒന്ന് ഓർക്കണം പ്രിയ ചെയ്ത നമ്മുടെ തലമുറകൾ നശിച്ചു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വേദന എത്ര വലുതാണെന്ന് അറിയാമോ? സ്വന്തം കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ ആ മാതാപിതാക്കൾക്ക് എന്ത് വേദന ഉണ്ടാകും? ലോകം അടപ്പതനത്തിലേക്ക് നീങ്ങി, ലോകം പാപത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എവിടെ തിരിഞ്ഞാലും പാപം മാത്രമേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുന്നു, ബക്കറ്റിൽ വെള്ളം നിറച്ച് മുക്കിക്കൊല്ലുന്നു, കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. സ്വന്തം ഭർത്താവ് ഭാര്യയും കുഞ്ഞുങ്ങളെ പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊല്ലുന്നു. സ്വന്തം ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു. എവിടെയാണ് സമാധാനം? എവിടെയാണ് സ്വസ്ഥത?
അതേ ചെയ്ത ലോകം പാപത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു, അധപതനത്തിലേക്ക് ലോകം നീങ്ങിക്കഴിഞ്ഞു. ലോകരക്ഷകനായ യേശുവിന്റെ സ്നേഹം അത് വിളിക്കുകയാണ്, മടങ്ങി വരിക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ എത്ര ശ്രേഷ്ഠനായാലും ഉന്നതനായാലും നിന്നെ അല്ലലിയ ദേശം മുഴുവനും നീ വെട്ടിപ്പിടിച്ചാലും മനുഷ്യ, മരണത്തെ നിനക്ക് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുമോ? മരണത്തെ നിനക്ക് മടക്കി മേടിക്കുവാൻ കഴിയുമോ? നീ മടങ്ങി വരണം. ഇവിടെ നിന്ന് മരിച്ചു പോയാലും നമുക്കൊരു നിത്യഭവനമുണ്ട്, നമുക്കൊരു രാജ്യം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം ഇവിടെ നിന്ന് വിട്ടു പോകേണ്ടിവരാ. ഇവിടെ നമ്മൾ സുരക്ഷിതരെന്ന് നോക്കണം. എന്നാൽ സുരക്ഷിതമുള്ള സ്ഥലത്ത് ദൈവം നമ്മളെ ചേർത്ത് കൊണ്ടുപോകും. അതാണ് നിത്യത. എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയ്ക്ക് താങ്കൾ അവകാശിയാണോ? അവകാശിയായി തീരുവാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഒരു പൈസയും നിങ്ങൾ മുടക്കണ്ട. ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. പിതാവേ, ഞാൻ തെറ്റിപ്പോയി, നീ പോയതുപോലെ മടങ്ങി വരും ഞാൻ വിശ്വസിക്കുന്നു. നീയാണ് രാജാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ വന്ന് ന്യായം വിധിക്കുമ്പോൾ എന്റെ പാപത്തെ നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും. അത്രയേ ഉള്ളൂ പ്രിയൻ. അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇന്ന് പകൽക്കാലം ഈ ദേശമേ കർത്താവ് വരുവാൻ പോകുന്നു. നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുങ്ങണം. അവന്റെ കൽപ്പന നീ പ്രമാണിക്കണം. താങ്കൾ ആരായിരുന്നാലും, ഏത് ഭവനത്തിൽ ജനിച്ചാലും, ഏത് ഗോത്രക്കാരനായാലും, ഈ കൽപ്പന പ്രമാണിച്ചില്ലെങ്കിൽ എരിയുന്ന തീച്ചുളയിലേക്ക് നിന്നെ വലിച്ചെറിയുന്ന ദിവസം വരുന്നു. ആർക്കും നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നിന്റെ സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ നിന്റെ ദേശത്തിനോ ഭരണകൂടത്തിനോ നിന്നെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് എന്ന പുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക സത്യനാമം ഞാൻ പ്രസംഗിക്കുന്ന നാസറേനായ യേശുവിന്റെ നാമമേ ഉള്ളൂ. അതിന് മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ, മടക്കി വരുത്തുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2025 ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഒരു ദിവസം കൂടി ഈ സത്യ സുവിശേഷം ഈ ദേശം അറിയിപ്പാൻ തക്കവണ്ണ മടിയനെ അവിടുന്ന് സഹായിച്ചു. ദൈവമേ, ജീവന് ചൈതന്യമുള്ള ഈ തിരുവെഴുത്ത് അനേകരുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണ വിളയായി തീർന്നെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്താ വിത്ത് വിളഞ്ഞു വരുവാൻ 30, 60, 100 പേര് ഫലം കായ്പാൻ തിരുമേനി സഹായിക്കണമേ. ഹൃദയം നുറുങ്ങിയവരുണ്ട്, മനസ്സ് തകർന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവത്തിന്റെ കരം അവരുടെ മേൽ നീട്ടി ആശ്വാസം നൽകിക്കൊടുത്ത്, സമാധാനം നൽകിക്കൊടുത്ത്, സത്യം അറിയുവാനൊക്കെ ഇടയാക്കണമേ. പിതാവേ, തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.